ഞാൻ രാവിലെയും വൈകുന്നേരവും ബീഫാണ് കഴിക്കുന്നത്. അതിൽ ആർക്കാണ് ഇത്ര പ്രശ്നം? പൂടൻ. എടാ എടാ ഈ പൂടൻ കുഞ്ഞിനെ കൊണ്ട് ഇവനെ കൊണ്ടത് വല്ലാത്ത മലക്ക് തന്നെ കേട്ടോ. ഈ ചില്ലറ കഴപ്പൊന്നും അല്ല നിനക്ക്. എന്താ നിനക്ക് പ്രാന്താ? നിനക്ക് വയ്യേ? നിനക്ക് വാ തുറന്നാലും നിനക്ക് വേറെ ഒന്നും നിനക്ക് പറയാനില്ലേടേ. നിനക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ മയിരു ഒന്നെങ്കിൽ പോത്ത് ഇല്ലെന്നുണ്ടെങ്കിലും വന്നിരുന്നോണ്ട് ജാതി പറച്ചില്, വർഗീയത പറച്ചില്. നീ പോത്തിനുണ്ടായതാടാ നീ. എടാ കാലഭഗവാനുണ്ടല്ലോ, പോത്തിന്റെ പുറത്ത് നടക്കുന്ന ആളാണ് കാലന്റെ വാഹനമാണ് പോത്ത്. എടാ അയാൾ പോലും ഇത്രയും പോത്തെന്ന് പറഞ്ഞു കാണത്തില്ല, ഇത്രയും പോത്തിനോട് സ്നേഹം കാണത്തില്ല. വൈരേ വാ തുറന്നാ പോത്ത്. നിനക്ക് നല്ല മൂത്ത പോത്തുണ്ടല്ലോ, മൂത്ത പോത്തിന്റെ നല്ല മൂത്ത പുടുക്കുണ്ടല്ലോ, ആ പുടുക്ക് വെട്ടി വല്ല റോസ്റ്റ് ചെയ്ത് ഇവന്റെ അണ്ണാക്കി കുത്തിക്കയറ്റി കൊടുക്ക്, പുടുക്ക് റോസ്റ്റ്. അന്നേരം ഇവന്റെ കഴയ്ക്ക് ചിലപ്പോ കുറച്ച് ശമനം കിട്ടും. നീ രാവിലെ ഉച്ചയ്ക്ക് രാത്രി എപ്പോ വേണേലും മുമ്പ് മൈരേ. ഇവിടെ ആർക്കാണ് പ്രശ്നം? ഇവിടെ ആർക്കെങ്കിലും ഈ സാമാനം ഇവിടെ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലേ നീ വാങ്ങി തിന്നുന്നേ? ഇവിടെ അങ്ങനെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സാമാനം വാങ്ങാൻ കിട്ടുമോ? ഇല്ലല്ലോ. വന്നിരുന്നുണ്ട് കുത്തിരിപ്പ് മുമ്പിത്തരം പറയാനായിട്ട്. പോത്തിന്റെ പുടുക്ക വെട്ടി തിന്നു മൈരേ, അപ്പൊ നിന്റെ കഴയ്ക്ക് കുറച്ച് ശമനം കിട്ടും. നീ വല്ലാത്ത ജാതി പോണം തന്നെ. അല്ല ചങ്ങയ്യെ, ഈ പോത്തിന്റെ കാര്യത്തിൽ നീ എന്തിനാണ് ഈ കിടന്ന് വലിക്കുന്നത്? നിനക്കെന്താണ് ഇത്ര കഴ? പോത്തിനെ അവൻ തിന്നിയേ, കറി വെക്കേ, ചുട്ട് തിന്നിയേ, എന്തേലും ചെയ്തോട്ടെ. വേടൻ ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ. നിനക്കെന്തിനാണ് പൊള്ളണേ? അയ്യോ അത് ഞാൻ മറന്നു, നീയും നിന്റെ പാർട്ടിക്കാരുമാണല്ലോ പോത്തിന്റെ ഈ ഇന്ത്യയിലെ മുഴുവനായിട്ടുള്ള ഒരു തന്ത. അവൻ പോത്തിന്റെ പിടുക്ക് വേടന് കൊടുക്കുന്നില്ല. നിന്റെയൊക്കെ തന്തയും തള്ളയും പോത്തും പശുവൊക്കെ അല്ലേ. അപ്പൊ നീ ഈ തന്തയുടെ പിടുക്ക് കിട്ടുന്ന കാര്യമാണോ ഈ പറയുന്നേ? ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് തൊലിക്കുന്ന കൊക്കൊക്കൊക്കൊക്കൊക്കൊന്ന്. ഈ വേടനെ കാണുമ്പോഴേക്കും എന്ത് ഇത്ര ചൊറിച്ചില്ലേ? എന്ത് പറ്റുന്നില്ല നിനക്ക്? വേടന്റെ പോലെയുള്ള ആളുകളൊന്നും മുന്നോട്ട് വരുന്നത്, പാട്ട് പാടുന്നത്, അംഗീകാരം കിട്ടുന്നൊന്നും സഹിക്കുന്നില്ലേ? സഞ്ചി ധരിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ. ഈ വിരൽ ചേർത്ത് ഇങ്ങനെ തിരുമ്. എടാ നീയൊക്കെ തന്നെ ഈ രാജ്യത്ത് പോത്തിന്റെ പേരും പറഞ്ഞ് ഈ ചാണകം തിന്നുകൊണ്ട് ഈ വക പരിപാടികളൊക്കെ നടത്തുന്നത്. എന്നിട്ട് നീ ഇരുന്ന് തൊലിക്കുന്ന. നീയും നിന്റെ പാർട്ടിക്കാരും കൂടി ഇല്ലടാ കോണം പൊക്കി കൊണ്ടുവന്നിട്ട് ഈ നാട്ടിൽ ഇല്ലാത്ത പോത്തിന്റെ വിഷയം ഉണ്ടാക്കുന്നത്. നിനക്ക് അറിയാൻ പാടില്ലേ ഇവിടെ പോത്തിന്റെ വിഷയം എന്താന്ന്? എടാ പോത്തിനെ തിന്നുന്ന നാട്ടുകാർ തന്നെ ഈ നാട്ടിലുള്ള എല്ലാവരും, ഇവിടെ ഇഷ്ടം പോലെ പോത്തിനെ വെട്ടി തിന്നോണ്ടിരുന്ന മനുഷ്യന്മാർ തന്നെ. അവരുടെ ഇടയ്ക്ക് നിന്റെയൊക്കെ രാഷ്ട്രീയം തിരികെ കയറ്റിയിട്ട് ഇപ്പൊ ഇരുന്ന് തൊലിക്കുന്ന വേതാളത്തിനുണ്ടായ പോലത്തെ ഒരു ഇളി. വേറെ ഒരു പണിയില്ലേ? വേടനെ കാണുമ്പോൾ പൊള്ളുന്നുണ്ടല്ലേ? പൊള്ളട്ടെ, നന്നായി പൊള്ളട്ടെ. ആ സഞ്ചിയിലെ രോമം ചുരുങ്ങുന്ന വരെ അങ്ങ് പൊള്ളട്ടെ. അവന് വേടനോട് മാത്രം ഒരു ചൊറി. ഇപ്പൊ നീയും നിന്റെ പാർട്ടിക്കാരൊക്കെ എത്ര തലകുത്തി പറഞ്ഞു കഴിഞ്ഞാലും വേടന്റെ പോലെയുള്ള ആളുകൾ ഇവിടെ അംഗീകരിക്കാനും അവരുടെ പാട്ട് കേൾക്കാനും ഈ നാട്ടിലെ ആൾക്കാരുണ്ട്. അതിന് ഇവിടെ കിടന്ന് തിരുമിയിട്ട് കാര്യമില്ല. അറ്റത്ത് കയറി ഇരുന്ന് തിരുമ്. മേലോട്ട് പോ. അവിടെയാണ് നിന്റെ പോലെയുള്ള ആൾക്കാർക്ക് നന്നായി തിരുമാൻ പറ്റുന്നത്. ചെന്ന് ചാണകം വാരി തിന്നെ ചെല്ല്.